വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. സന്തോഷം ഹാപ്പി എല്ലാം ഒന്നും തന്നെയല്ലേ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. ഹാപ്പി സന്തോഷം ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കല്ലാണ് കേട്ടോ. ഒരു കല്ലിനെ കൊണ്ട്, അതായത് ഒരു കല്ലിനെ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനെ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ള വീഡിയോ കേട്ടോ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് കേട്ടോ നമ്മുടെ സ്കിന്നിന്, ഞാൻ പറയുന്നത് സ്കിൻ കെയർ സൗന്ദര്യവർദ്ധക ആ ഒരു ലെവലിൽ പറയണം കേട്ടോ. ആ ഒരു ലെവലിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലുപരി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കല്ല്, അതായത് സ്റ്റോൺ. എന്താന്ന് വെച്ചാൽ ഇതാണ് കണ്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിൻ്റെ ഷേപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ വാങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നത്. അല്ലാതെ നോർമലി കാണുന്നതും നമ്മുടെ കല്ലിരിക്കുന്ന ആ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആലമാണ്. ആലം എല്ലാവർക്കും അറിയായിരിക്കും. മലയാളത്തിലെ പടികാരം എന്നൊക്കെ പറയും. ആലം സ്റ്റോൺ ആണ് കേട്ടോ ഇത്. കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കല്ല് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഒരു കല്ല് ഒരു ബാർ അത്രയേ ഉള്ളൂ കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു സാൾട്ട്, ഒരു കല്ലാണ് കേട്ടോ. നാച്ചുറൽ സ്റ്റോൺ അങ്ങനെ പറയാം. നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഒരു സാൾട്ട്, അങ്ങനെ ഒരു ലെവലിൽ പറയാം കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഇത്. നമ്മുടെ ആലം എന്ന് പറയും. അപ്പൊ ഇതിന്റെ രാസനാമം പറയുകയാണെങ്കിൽ പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ ആലം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആലം എന്ന് പറയുന്നത് ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയ, ആന്റിസെപ്റ്റിക്, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഏകദേശം തന്നെ ഒരു സ്കിൻ കെയറിൽ മെയിനായിട്ട് ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മൾ ആലം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എനിക്കും ഈ റീസെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്കും കൂടുതൽ മനസ്സിലായിട്ടുള്ളത്. ഇതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്കി അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ കെയറിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു സാൾട്ട്, ഒരു സ്റ്റോൺ ആണ്. ഇത് മുന്നേ നമ്മൾ പണ്ട് മുതൽക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആന്റിസെപ്റ്റിക് ആണ്. നമ്മുടെ ആഫ്റ്റർ ഷേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിലെ മറ്റേ കൽക്കണ്ടം അങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഇത് ആന്റിസെപ്റ്റിക് ആണ്. നമ്മുടെ ഷേവിങ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനുശേഷം ഇത് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ആന്റിസെപ്റ്റിക് ആണ്. സ്റ്റോൺ പോലെയും കിട്ടും, ഇതിന്റെ പൗഡർ രൂപേണയും കിട്ടും കേട്ടോ. ഞാൻ കുറേ ഇതിലൊക്കെ അന്വേഷിച്ചു. എനിക്ക് അങ്ങാടിക്കട അങ്ങനെ പോയപ്പോഴത്തേക്ക് അവർ പൗഡർ ഫോമിലാണ് ഇരുന്നത്. പക്ഷെ എനിക്കൊരു സ്റ്റോൺ രൂപത്തിൽ കിട്ടണമായിരുന്നു തോന്നി. അപ്പോൾ പൗഡർ രൂപത്തിലാണെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ സ്റ്റോണ് പിന്നെ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. സ്റ്റോണാണ് വാങ്ങിയത്. പൗഡർ ഞാൻ വാങ്ങിയിട്ടില്ല. പൗഡറും കിട്ടും. അങ്ങാടിക്കടയിൽ പോയി ചോദിച്ചാൽ ആരെന്ന് ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സ്കിൻ കെയർ ബെനിഫിറ്റ്സ് കേട്ടോ, അതാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിയോറൻ്റ് ആണ് കേട്ടോ ഇത്. നമ്മൾക്കിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വിയർപ്പിൻ്റെ സ്മെല്ല്, അതായത് നമ്മുടെ അണ്ടർആർമിൽ ഉണ്ടാവുന്ന സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്നതും ഓവറായിട്ട് സ്മെല്ല്, നമ്മുടെ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുന്നവർക്ക് ഇത് അടിപൊളിയായിരിക്കും. നിങ്ങൾ അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാണിക്കുക. ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമ്മുടെ അണ്ടർആർമിൽ ഒന്ന് റബ്ബ് ചെയ്ത് വിടുക കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ സ്മെല്ല്, നമ്മുടെ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അതാണ് കേട്ടോ. അണ്ടർആർമിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. പക്ഷേ ഗ്രാജുവലി കുറയുള്ളൂ കേട്ടോ, പെട്ടെന്ന് ഉടനെ തന്നെ കുറയത്തില്ല. നിങ്ങളത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അണ്ടർആർമിൻ്റെ ഡാർക്ക്നെസ് നന്നായിട്ട് ഇത് കുറയ്ക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്പൺ പോർട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങനെ കുഞ്ഞു നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ
ഓപ്പൺ പോർട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ സ്കിന്നിൽ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വീക്കിലി 2 times യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ സ്കിൻ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യരുത്, വീക്കിലി 2 times യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഓപ്പൺ പോർട്സിനെ, അതേപോലെ ഞാൻ പറഞ്ഞു വന്നത് ഓപ്പൺ പോർട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന. അത് ഗ്രാജുവലി കേട്ടോ, പെട്ടെന്ന് കുറയത്തില്ല. ഗ്രാജുവലി ഓപ്പൺ പോർട്സിനെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രിങ്കിൾസ് ആണെങ്കിൽ കൂടിയിട്ടും ചെറുതായിട്ട്, നമ്മൾ ഓവർ ഫ്രിങ്കിൾസ് അല്ല കേട്ടോ, നമുക്ക് സ്റ്റാർട്ടിങ് അങ്ങനെ വരുന്ന ഫ്രിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ആലം, നമ്മുടെ പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഓയിൽനെസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ചിലർക്ക് ഓയിൽ സ്കിൻ ഉള്ളവർക്ക് നന്നായിട്ട് ഓയിൽ നമ്മുടെ ഫേസിലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. നമുക്ക് ഇതെന്തെങ്കിലും ക്രീമോ അങ്ങനെ ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും കുറച്ച് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ആലം. ഇത് പറയുള്ളതാണെങ്കിൽ നമ്മുടെ ഹെയറിലുണ്ടാവുന്ന സ്മെല്ല്, തല വേർത്തിട്ട് ചിലർക്ക് നന്നായിട്ട് സ്മെല്ലുണ്ടാവും. എനിക്ക് തന്നെ അറിയാൻ പറ്റും. ചിലരൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തലയിലുള്ളൊരു നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ, കൂടുതൽ അറിയാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് അടുത്തുള്ള ഒരാൾക്ക് നന്നായിട്ട് നമ്മുടെ തലയിലെ സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റും. അത് ആ ഒരു സ്മെല്ലും ബാക്കി വിയർപ്പൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആലം എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് നമ്മളിത് കുളിക്കുന്നതിന് മുന്നേ, അതായത് കുളിക്കുന്ന തലേ ദിവസം അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ പൊടിയോ എന്തെങ്കിലും കിട്ടുന്നത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലാക്കി വെച്ചിട്ട് ഇതൊന്ന് കുളിക്കുമ്പോഴത്തേക്ക് തന്നെ തലയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓവർ സ്മെല്ല് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൗത്ത് വാഷ് അതിനും വരെ യൂസ് ചെയ്യുന്നുണ്ട്, മൗത്ത് വാഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആലത്തിൻ്റെ തന്നെ നമുക്ക് അണ്ടർആം റോളർ വരെ വാങ്ങാൻ കിട്ടും. ഒരുപാട് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിനൊക്കെ ശേഷമുണ്ട് ഇതിനെക്കുറിച്ച് വാങ്ങാനും ഇതിനെക്കുറിച്ചിട്ട് വായിക്കാനും ഒക്കെ തുടങ്ങിയത്, യൂസ് ചെയ്യാൻ തുടങ്ങിയതും. എനിക്ക് നല്ല ചേഞ്ചസ് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾ വലിയ വിലയില്ല, 2 ബാർ വാങ്ങിയതിന് എനിക്കൊരു 89 രൂപയേ ആയിട്ടുള്ളൂ. നിങ്ങളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടിന്നിലോ എന്തെങ്കിലും ഇട്ട് വെക്കുക. ചിലപ്പോൾ നമ്മളെ വെള്ളം അങ്ങനെയൊക്കെ നനഞ്ഞിട്ട് ഇതൊന്ന് മെൽറ്റായി പോകാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. ഉപ്പിൻ്റെ കട്ട പോലെയൊക്കെ തോന്നും കേട്ടോ, ഇങ്ങനെ അലിഞ്ഞിങ്ങനെ പോകാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. അതിനെ കൊണ്ടിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, സ്കിൻ കെയർ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പറ്റുന്ന 2-3 പാക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പൊടിയാണ് വാങ്ങുന്നതെങ്കിൽ ഇത് റോസ് വാട്ടറും പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത്, അതായത് ഓവർ കൂടുതൽ എടുക്കണം കേട്ടോ, കുറച്ച് നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത്. നിങ്ങളിപ്പം വേറെ എന്തിൻ്റെയും കൂടിയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചെടുത്തിട്ട് അത് കുറച്ച് കൂടുതലെടുത്ത് മിക്സ് ചെയ്തിടുന്നതായിരിക്കും കേട്ടോ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക്. റോസ് വാട്ടറും ഇതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, പൊടിയാണെങ്കിൽ ഞാൻ പക്ഷേ സ്റ്റോണാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റോണിലിട്ട് നമ്മളെ കല്ലുണ്ടല്ലോ, മഞ്ഞൾ അങ്ങനെ ഒരുക്കുന്ന കല്ലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ഫേസിലിടുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പൺ പോർട്സ് ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. നമ്മുടെ മുട്ടയുടെ വെള്ള അങ്ങനെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ലേ, അതേപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഓപ്പൺ പോർട്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന അറിയാൻ പറ്റും. ഇതിനെ തുടർന്നുള്ള സ്കിൻ കെയർ ബാക്കി കാര്യങ്ങൾ പാക്ക് എന്നിടുമ്പോഴത്തേക്ക് മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് ഇടുക, ഇല്ലെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും കേട്ടോ. മോയ്സ്ചറൈസർ മറക്കാതെ ഇടുക, പ്രത്യേകിച്ച് ഇടുമ്പോഴത്തേക്കും മോയ്സ്ചറൈസർ ഇടുക. സ്കിൻ ഡ്രൈ ആക്കി സ്കിൻ നന്നായിട്ട് വലിയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പിമ്പിൾസ്, അക്നെ മാർക്സ്, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൾട്ടാണി മിൽറ്റിയോ അങ്ങനെ അതിൻ്റെ കൂടെ ഇട്ടിടാം. പിന്നെ എന്തിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് പോകും കേട്ടോ. എന്തിൻ്റെ കൂടിയിട്ട് മിക്സ്, നമ്മൾ എന്താണ് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് അതിന് കൂടിയിട്ട് ഒരു ചെറിയ എമൗണ്ടിൽ എടുത്തിട്ട് ഇത് വിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മുൾട്ടാണി മിൽറ്റി അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്ത്, മുൾട്ടാണി മിൽറ്റി, റോസ് വാട്ടർ, ആലത്തിൻ്റെ പൗഡർ അല്ലെങ്കിൽ ആലം നമ്മളിങ്ങനെ ഉരച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഉരഞ്ഞു വരും കേട്ടോ. റോസ് വാട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ഒരു ക്രീം പോലെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നമ്മൾ ഫേസ് എത്തി വായത്തി അങ്ങനെ എത്തി. പിന്നെ നമ്മുടെ കാല് വെണ്ട് കീറുന്നതിന് ഈ നമ്മുടെ ആലത്തിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വെളിച്ചെണ്ണയും കൂട്ടി മിക്സ് ചെയ്ത് നമ്മുടെ വിണ്ട് കീറൽ എവിടെയാണോ വിണ്ട് കീറലുള്ളത് അവിടെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. കാലൊക്കെ അതിനും അടിപൊളിയാണ്. കാല് വിണ്ട് കീറുന്നത് അതൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ, കാല് വിണ്ട് കീറുന്നത്. പിന്നെ നമ്മുടെ താരൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തലയിലെ സ്മെല്ല് കാര്യങ്ങൾ, ഇപ്പം അതൊക്കെ കുറയാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. നമ്മൾ ഏറ്റവും കാര്യങ്ങൾക്ക് നമ്മുടെ ഈ ആലം
നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനമാണ്. നിങ്ങൾ താരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ എമൗണ്ട് എടുക്കണ്ട. നിങ്ങളൊരു ചെറിയ എമൗണ്ട്, നിങ്ങൾ ഫേസ് പാക്ക് ആണ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേസ്റ്റ് ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കുക. അല്ല സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പേസ്റ്റ് ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ഇടുക കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് എന്നോട് പറയണം കേട്ടോ. അടിപൊളി സാധനമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അടിപൊളിയാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആമസോണിൽ ലിങ്കുണ്ട്, മീഷോയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഫ്ലിപ്കാർട്ടിലുണ്ട്, മീഷോയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നാളെ കാണുന്നത് വരയ്ക്കും